So hello guys, welcome back to AP Gamer. അപ്പോൾ ഗൈസ് കുറേ ദിവസം കഴിഞ്ഞ് നമ്മൾ അല്ല കുറേ ദിവസമല്ല, ഒരു ദിവസം കൊണ്ടായതേ ഉള്ളെന്ന് തോന്നുന്നു. നമ്മൾ ഒത്തിരി ദിവസം കൊണ്ട് ഞാൻ മൈക്ക് ഓൺ ആക്കിയിട്ടില്ലായിരുന്നു. കാരണം തന്നെ എനിക്ക് മൈക്ക് ഓൺ ആക്കാൻ കുറച്ച് പ്രശ്നമായിരുന്നു. കാരണം എൻ്റെ എനിക്ക് ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ പ്രത്യേകിച്ചൊന്നും കിട്ടത്തൊന്നുമില്ലായിരുന്നു. താങ്ക് യു ഉണ്ട് ഗൈസ്, എനിക്ക് ഒരു 141 സബ്സ്ക്രൈബർ കിട്ടിയതിന് ഐ ആം റിയലി താങ്ക് യു. ഇനി നിങ്ങൾ തന്നെ എനിക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്തിരിക്കണമെന്ന് ഞാൻ പറയുന്നു. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്ന് ഒരു ഡെസേർട്ടുകളുടെ വൺ ടാപ്പ് എങ്ങനെ അടിക്കുമെന്നായിരിക്കും. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഗൈസ് നമ്മൾ ഡെസേർട്ടുകളുടെ വൺ ടാപ്പ് എങ്ങനെ നമ്മൾ എടുത്ത് ചെയ്യുന്നൊക്കെയാണ്. അപ്പൊ ഞാൻ എലൈറ്റ് ഹീറോയിക് ആയിരിക്കുന്നു. ഒത്തിരി ദിവസം കഴിഞ്ഞിട്ട് തന്നെ ഞാൻ എലൈറ്റ് ഹീറോയിക് ആയിരിക്കുന്നു. ഒത്തിരി പാടുപെട്ട് എലൈറ്റ് ഹീറോയിക് ആവാൻ വരെ. അപ്പോൾ എനിക്ക് ഒരു നല്ലൊരു സന്തോഷമുണ്ട് എലൈറ്റ് ഹീറോയിക് ആകാന്. ഇനി സീസൺ വരാൻ പോവാ, അതാ ഇപ്പോഴത്തെ എനിക്ക് പ്രശ്നം. നാളെ ആകുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് സീസൺ പോകുന്നതാണ് എനിക്ക് ഉറപ്പ്. നാളല്ലേ മറ്റന്നാളല്ലേ ഗൈസ്? മറ്റന്നാളാ. ഓക്കെ, അപ്പൊ ഗൈസ് ഞാൻ ട്രെയിനിങ് ഡേ ഡൗൺലോഡ് ചെയ്തില്ല. ഞാൻ പറഞ്ഞേക്കാം ഗൈസ്, ഡെസേർട്ടുകൾ നമ്മൾ വൺ ടാപ്പ് അടിക്കുക ഒരു സീനും ഇല്ല എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 2 കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ബാക്കി എനിക്ക് കുറച്ച് കാര്യങ്ങളോടെ നിങ്ങൾക്ക് സംസാരിക്കണം. ഈ വീഡിയോ നിങ്ങൾ കാണുവാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ബാക്കി പറയാൻ പോകുന്ന കാര്യങ്ങളും നിങ്ങൾ ഓൾറെഡി നോക്കി വെച്ചേക്കണം. ബാക്കി എല്ലാം സെൻസിറ്റിവിറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു വെച്ചേക്കാം. വൺ ടാപ്പ് ഒക്കെ കയറുന്നത് സെൻസിറ്റിവിറ്റി അത്രയ്ക്ക് പ്രത്യേകിച്ചായിട്ടൊന്നും ഇല്ല. എനിക്കത് മാത്രമല്ല ഗൈസ്, കുറച്ച് ലാഗ് ഉണ്ട്. അങ്ങനെ ട്രെയിനിങ്ങിൽ പോയിരിക്കുന്നു. അപ്പോൾ ഗൈസ് ഇത് എന്താണ് കുറച്ച് നെറ്റ് കറക്റ്റാണല്ലോ. അപ്പോൾ ഗൈസ് നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഞാൻ നൂബായിരുന്നല്ലോ, ഇത്രയും പെട്ടെന്ന് എങ്ങനെയാണ് ഈ നല്ലോണം കളിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞത്. ഇത്രയും പെട്ടെന്ന് ലെവലൊക്കെ എങ്ങനെ കൂടിയെന്നായിരിക്കും. അപ്പോൾ ഗൈസ് ഈ ലെവല് കൂടിയെന്ന് പറഞ്ഞാൽ എൻ്റെ പണ്ടത്തെ അക്കൗണ്ടാ. കാരണം ഈ എന്ന് പറഞ്ഞാൽ അല്ല ഡെസേർട്ടുകളാണല്ലേ, നമുക്ക് ഡെസേർട്ടുകൾ തന്നെ ചാലഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ ഇത് പറയാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇത്ര ലെവലൊക്കെ കൂടിയ കാരണം എന്ന് വെച്ചാൽ, ഞാൻ പ്രത്യേകിച്ച് ഞാൻ ടാബിലായിരുന്നു കളിച്ചിരിക്കുന്നത്. ഒരു കുറച്ച് വർഷത്തോളമൊക്കെ ആയി ടാബ് കളിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി വൺ ടാപ്പ് ഒക്കെ കയറുമ്പോൾ കണ്ടോ, നിങ്ങളുടെ ഇപ്പൊ വൺ ടാപ്പ് കയറുന്നില്ലല്ലോ. അപ്പോ ഇത് നമുക്ക് സെറ്റിങ്സിൽ പോയി സെൻസിറ്റിവിറ്റി കൂട്ടി ജനറൽ ഫുൾ ആക്കിയിട്ടിട്ട് റെഡ് ഡോട്ട് ഒരു 190 വെക്കണം കേട്ടോ. 91 ആയാലും കുഴപ്പമില്ല, എന്തായാലും രണ്ടും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോ ഇനി ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഡെസേർട്ടുകളുടെ ആണല്ലേ. അപ്പൊ നിങ്ങൾക്ക് കണ്ടല്ലോ വൺ ടാപ്പ് ഒക്കെ കയറുന്നുണ്ട്. അപ്പോ ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഡ്രാഗിന്റെ ആണ്. ഇപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ഡ്രാഗ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എങ്ങനെ അടിച്ചിട്ട് എങ്ങനെയാണ് താഴോട്ടാക്കിയിട്ട് മേലോട്ട് ആക്കിയാൽ നിങ്ങൾക്ക് ഡ്രാഗ് ആവും. ഇവിടെ ലാഗായി. ഓക്കെ, അപ്പോൾ എന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അടിച്ചാലും ഡ്രാഗ് ആവും. കണ്ടോ, ഫയർ ബട്ടൺ നിങ്ങൾ കാണും. എങ്ങനെ അടിച്ചാലും ഡ്രാഗ് ആവും, അല്ലെങ്കിൽ അതുകൊണ്ട് എങ്ങനെ അടിച്ചാലും വരും. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഈ വീഡിയോ ഉറപ്പായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടപ്പെടുമായിരിക്കും. അപ്പൊ ഗൈസ് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പൊ യൂട്യൂബിലാണ് സെർച്ച് ചെയ്തിരിക്കുന്നത് ഹൗ ടു ഷൂട്ട് വൺ ടാപ്പ് ഇൻ ഫ്രീ ഫയർ. അപ്പോ ഈ വീഡിയോ വന്നിട്ടുണ്ടായിരിക്കും, ഈ ഡെസേർട്ടുകളിൽ എങ്ങനെ അൺടാപ്പ് അടിക്കുമെന്ന്. അപ്പോ ഗൈസ് അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഞാനും നോക്കിയിട്ടുണ്ട്. അപ്പോ ഞാൻ ഒരു യൂട്യൂബറിനെ കണ്ടിട്ടുണ്ട്. ആ യൂട്യൂബർ പറഞ്ഞു, നിങ്ങൾക്ക് ഒരിക്കലും വൺ ടാപ്പ് അടിക്കാൻ നിങ്ങൾ ഒരിക്കലും യൂട്യൂബിൽ നോക്കല്, നിങ്ങൾ തന്നെ നോക്കി എടുക്കണം.
എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചെടുക്കണം. അപ്പോൾ തന്നെ ഇപ്പൊ ഈ കൂട്ടുകാർ ചിലപ്പോൾ വരും, നിങ്ങൾ നീ ബോട്ടാ, നീ നൂബാ, അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ഒരു പറയാനുള്ള കാര്യങ്ങളാണ്. ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടില്ല നിന്റെ കണക്ക് എങ്ങനെ വൺ ടാപ്പ് അടിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ അവർ എന്തായാലും ചമ്മിപ്പോ, അതെനിക്ക് ഉറപ്പായിരിക്കും. ഓക്കെ, അപ്പൊ ഒരിക്കലും നിങ്ങൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യാൻ പാടില്ല. ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്, ഞാൻ തന്നെ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. എനിക്കിതിപ്പോ ഒരു അതുണ്ട്, അങ്ങനെ പറഞ്ഞതിന്റെ ഒരു വിഷമമായിട്ടുണ്ട്. അപ്പോഴും എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന്. ഓക്കെ, ഇപ്പൊ നമുക്ക് ബാക്കിൽ പോയിട്ട് ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങൾ ചെയ്താൽ മതി, ഡ്രാഗ് ചെയ്താൽ മതി. എന്നിട്ട് ഈസിയാണ്. സെൻസിറ്റിവിറ്റി ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, ജനറൽ 200, റെഡ് ഡോട്ട് 191 ആയാലും ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു റാങ്ക് പുഷിന് പോവാം. അപ്പൊ ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ ഹീറോയിക് ആകുമ്പോ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഈസിയാവും വൺ ടാപ്പ് ഒക്കെ അടിച്ചു കഴിയാൻ. അപ്പൊ എനിക്ക് വെറുതെ ഈസി ആയിരിക്കും. ഓക്കെ, ഞാൻ ഒരു CS സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു, നോക്കാം. എനിക്ക് പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ വൺ ടാപ്പ് എനിക്ക് കൂടുതലും CS-ലാണ് കയറിയിരിക്കുന്നത്. എനിക്ക് ഈ പ്രത്യേകിച്ച് എനിക്ക് ഇതിന് കയറിയിട്ടുണ്ട്, അതില് SVD-യിൽ ഒരു 2-3 പ്രാവശ്യം കണ്ടേ കയറിയിട്ടുള്ളു. അത്രയ്ക്കും രൂപ ഞാൻ ഇവിടെ തോക്കുന്നില്ലല്ലോ, സീനായി കൈ തോക്കുന്നില്ല. ഇത്രയ്ക്ക് രൂപായിരുന്നു. ഇപ്പൊ എനിക്ക് ഡെസേർട്ടുകള് അത്രയ്ക്കൊക്കെ കേറുന്നുണ്ട്. ഓടേ തോക്ക് കിട്ടിയില്ല, എനിക്ക് ചെയ്യാനാണ്. അതിന് ഷോക്ക് ഞാൻ ഐസിന് പുറത്ത് പോയി കൂടെ പോവാൻ. ഓ ഗ്ലൂന്റെ മോനെ, ഗ്ലൂളൊക്കെ കൊള്ളാല്ലേ. എടാ, ഒരു പ്ലെയർ സൈഡ് ചെയ്ത് ചത്തിരിക്കുന്നു. എനിക്കാണെങ്കിൽ പഠിക്കാനാണെങ്കിൽ പാടും. പറഞ്ഞ ഒരു ഹെഡ് അടിച്ചായിരുന്നു, കിട്ടിയതും ഇല്ല. ഞാൻ പറഞ്ഞെടുത്ത് നിങ്ങൾ ചെയ്താൽ മതി, അത്രയ്ക്കും പ്രത്യേകിച്ചൊന്നും ഇല്ല. നിങ്ങൾ ഒരിക്കലും യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഇപ്പൊ ഒരു കുഴപ്പമില്ല. കാരണം നിങ്ങൾ ഇപ്പൊ പുതിയതായിട്ട് ഗെയിം വല്ല ഡൗൺലോഡ് ചെയ്തതാണെങ്കിൽ ഒരു കുഴപ്പമില്ല. കാരണം നിങ്ങൾ ഇപ്പൊ കളിച്ച് തുടങ്ങിയതേ ഉള്ളൂ. ഞാനും പുതിയതായിട്ട് കളിച്ചു തുടങ്ങുമ്പോൾ ഓൾറെഡി എനിക്ക് ഇതൊന്നും അറിയത്തില്ല. ഈ കൺട്രോൾ ഇതുപോലും എനിക്കറിയത്തില്ലായിരുന്നു. കസ്റ്റം ഹെഡ് അതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഓടുമ്പോ എങ്ങനെയായിരിക്കും ഓടുന്നത്, ഞാൻ എങ്ങനെ തോക്കെടുക്കാറുണ്ടായിരുന്നു, എങ്ങനെ ഓടിക്കൊണ്ട് വരും, പിന്നെ പൊടി അടിക്കുമ്പോ എങ്ങനെ കുറെ സമയം എടുക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു ഞാനും കളിച്ചു തുടങ്ങിയത്. ഇപ്പൊ എനിക്ക് കാണാലോ, ഇപ്പൊ USP വരെ ഹെഡ് കയറുന്നു, എല്ലാം വഴി കൂടെ ഹെഡും കയറുന്നു. ഒരു പക്ഷേ ട്രിപ്പിൾ ടെക്ക് ഡൗൺ വരെ എത്തിച്ചിരിക്കുന്നു. അങ്ങനെ ഞാൻ അവിടം വരെ എത്തിയതാണ് പാടുവിട്ട്. ഒരു യൂട്യൂബർ നിങ്ങളാക്കി തന്നു, അതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ ആയിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് മാത്രമാണ് ഗൈസ്. നിങ്ങൾ എന്നെ സപ്പോർട്ടും ചെയ്തു ഒത്തിരി. കുറെ എനിക്ക് ഒരു വീഡിയോയില് വി ആർ സപ്പോർട്ടിങ് യു എന്ന് പറഞ്ഞ ഒരു വീഡിയോയും കിട്ടി. എനിക്ക് അപ്പോട്ട് ഞാൻ ഉദ്ദേശിച്ചു എന്നോണ്ട് പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇത് ഇത്രയും ചെയ്തിരിക്കുന്നത്. ഇവരെ കൊന്നു അപ്പോഴേക്ക് കൊള്ളാമല്ലോ. ഇപ്പൊ ഗൈസ് വേറൊരു കാര്യം കൂടെ പറയാൻ പോവുകയാണ്. നിങ്ങൾക്ക് എന്റെ മാക്ടന്റെ സ്കിൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ടേക്കണം കേട്ടോ. കാരണം ലൈക്ക് ചെയ്തിട്ടിരുന്നെങ്കിൽ എനിക്കൊരു നല്ലായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ചെയ്യാം കേട്ടോ. ഭയങ്കര ലാഗാണ് ഗൈസ്, കാരണം പഴയ ഡിവൈസായത് സംഭവം. ഒത്തിരി പഴയ ആയിട്ടുള്ള ഡിവൈസായത്. ലിനോവോ ടാബാണ്, കുറെ വർഷമായിട്ടുണ്ട് ഇത് ഉപയോഗിച്ചിട്ട്. ഞാനൊരു 2ാം ക്ലാസ് 3ാം ക്ലാസ് ആയപ്പോ തൊട്ടുള്ള ടാബായത്. ഒരാൾ നോക്കായിരിക്കുന്നു.
ഹെഡ് ആ അത്രേ ഉള്ളൂ. ഓ എടാ AW കൊണ്ടാണ് കിട്ടിയത്. ഇതുവാണ് ഞാൻ നോക്ക് ചെയ്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയതുകൊണ്ടായിരുന്നു ഒരു കില്ലും കിട്ടിയില്ല. പെട്ടെന്ന് ഗൈസ് പോയി ഗൈസ്. അവൻ്റെ കില്ല് കിട്ടിയ ഒരു വാളും പോയി. ഇപ്പൊ ഇവിടെ 2v2 സിറ്റുവേഷൻ ആണ് ഗൈസ്. സീനായിട്ടുള്ളതാണ് കളി കൊണ്ട് നടക്കുന്നത്. ഇവൻ നൂബാണ് ഒരിക്കലും. ഓഫ് എന്റെ കില്ലായിരുന്നു ഒറ്റ വീട്ടിലുണ്ടായിരുന്നു. ക്വാർട്ടർ എന്റെ മോനെ പോളി സംഭവല്ലേ. ലോങ് റേഞ്ചിന്റെ തോക്ക് കിട്ടിയായിരുന്നു. ഓ ഒരാള് കിട്ടി. ഓ ലാക്കടേ ഭയങ്കര ലാക്കടേ. എന്ത് ടാഗ് കണ്ട, എന്ത് ടാഗാ അല്ലേ. അയ്യേ അവൻ വിചാരിച്ച് ഞാൻ പോകും. ഒരുത്തനെ കിട്ടി ഗൈസ്. ഒരുത്തൻ നോക്കാം. ഗൈസിനുള്ളതാണെന്ന് തോന്നുന്നു. ലോങ് റേഞ്ചിന്റെ ഒരു തോക്കിന് വന്നിട്ട് നോക്കുവായിരുന്നു. ഉണ്ട്. കിട്ടി. ഓക്കെ ഗൈസ്, ഗ്രോസ എക്സ്പെൻഡ് കേട്ടോ. ഓ ഗൈസ് ഭയങ്കര ലാഗ്. ഫ്ലാഷ് ഫ്രീസ് വരി. എന്തുവാണിത്? ഈ വഴിയും കൊള്ളാല്ലേ. അങ്ങനെ തന്നെ ഗൈസ് നമ്മൾ കളി അങ്ങോട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഗൈസ് ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങൾ ചെയ്തു കേട്ടോ. നിങ്ങൾ വണ്ടാ പിടിക്കുന്ന അത്രയും മതി. നിങ്ങളോട് പറ്റും. നിങ്ങൾ ഉദ്ദേശിച്ചാൽ നിങ്ങളുണ്ട്. പറ്റാത്ത ഒരു കാര്യമില്ല. എനിക്കിപ്പോഴും അറിയാം. ഞാനും അതൊക്കെയായിരുന്നു ഉദ്ദേശിക്കുന്നത്. വണ്ടാപ്പ് അടിക്കുന്നത് നമുക്ക് യൂട്യൂബിൽ നോക്കിയാൽ നമുക്ക് ഈസി ആയിരിക്കുമല്ലോ, അങ്ങനെ അവരെ വണ്ടാപ്പ് അടിക്കാം. ഞാൻ പക്ഷേ ഒരു പ്രാവശ്യം നോക്കി, ഒരു യൂട്യൂബർ എങ്ങാണ്ട് എന്ന് പറഞ്ഞ് വണ്ടാപ്പ് അടിക്കാൻ യൂട്യൂബിൽ നോക്കാതെ നിങ്ങൾ വണ്ടാപ്പ് അടിക്കുകയാണെങ്കിൽ മറ്റേര് പറയും, എടാ നീ ബോട്ടാണെങ്കിലും. കേട്ടല്ലോ. ഞാനും പോട്ടെ. ഗൈസ് അത്രേ ഉള്ളൂ. ഇത്രയും പെട്ടെന്ന് ഗൈസ് ബുയായി. എനിക്ക് കളിക്കാൻ പറ്റും. ഭയങ്കര ലാഗ് ഗൈസ് എന്റെ കയ്യില്. CS കളിക്കണമെന്നില്ലായിരുന്നു. ഭയങ്കര ലാഗ്. നീ സത്യം പറഞ്ഞിട്ട് കളിക്കാനൊന്നും നോക്കുന്നില്ല ഇതില്. ഓക്കെ അപ്പൊ ഗൈസ്
എന്റെ വീഡിയോ കണ്ടേ നന്ദിയുണ്ട്. ഞാൻ പിന്നെ എന്താണ് okay guys, thank you for watching my videos and എന്തായാലും നിങ്ങൾ പോവുകയാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമന്റ് കൂടെ ചെയ്തേക്കുക. പിന്നെ ഗൈസ് നിങ്ങളുടെ ആരെങ്കിലും നിങ്ങൾക്ക് റിക്വസ്റ്റ് എനിക്ക് ഇട്ടാൽ മതി. എന്റെ UID ഞാൻ നിങ്ങൾക്ക് തരാം. ഇതാണ് എന്റെ UID. അല്ലെ പേരടിച്ചാലും കിട്ടും, എന്തായാലും ഉറപ്പായിട്ട് കിട്ടും. അപ്പോ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് ബൈ.